ഹലോ മക്കളെ, സ്നേഹാവസാണ്. നമ്മുടെ ഖുശ്ബു രജ്തി ഹാത്ത് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാലോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇങ്ങനെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ? ആ ബോക്സ് നമുക്ക് 1 മാർക്കിനായിട്ട് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്കിന് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിക്കാൻ വേണ്ടി സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം അല്ലേ? ഇത് ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്, അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഫില്ല് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കാം. ഉപരി നസും വാലെ ഹാത്ത്. അപ്പൊ നമ്മുടെ ആ ഖുശ്ബു രജ്തി ഹാത്ത് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ മുഴുവൻ എന്താണ്, ഒരുപാട് കൈകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഉപരി നസും വാലിഹാത്ത് എന്ന് വെച്ചാൽ എന്താണ്, ഞെരുമ്പുകളൊക്കെ പൊന്തിയിട്ടുള്ള കൈകൾ അല്ലെ? ആ കൈകൾ ആരുടെ ആയിരിക്കും നോക്കിക്കേ? ഗരീബി സി സൂഖ്യ ആത്മീയൊക്കെ അല്ലെ? വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ദരിദ്രരായ ആളുകളുടെ ആയിരിക്കും. അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. പിന്നെ ഗിസി നാഖൂനും വാലിഹാത്ത് അല്ലെ? തേഞ്ഞിട്ടുള്ള ഈ നഖങ്ങളുള്ള കൈകൾ എന്ന് പറയുന്നുണ്ട്. അത് ആരുടെ ആയിരിക്കും? തേഞ്ഞ നഖങ്ങൾ ആർക്കായിരിക്കും ഉണ്ടാവുക? കടി മെഹനത്തിയൊക്കെ അല്ലെ? വളരെ കഷ്ടപ്പെട്ട് കഠിനമായിട്ട് മെഹനത്ത് ചെയ്യുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുടേതായിരിക്കും അല്ലെ? പിന്നെ പീപ്പിൾ കി പത്തേ സി നയി നയി ഹാത്ത്. അപ്പൊ നമ്മളത് കവിത എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പീപ്പിൾ കി പത്തേ, നമ്മുടെ ആൽമരത്തിന്റെ ഇലകൾ പോലെ പുതിയ പുതിയ കൈകൾ എന്നാണ് പറയുന്നത്. അത് ആരുടെ കൈകളായിരിക്കും? നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളെ പോലുള്ള പുതിയ പുതിയ കൈകൾ ആരുടെ ആയിരിക്കും? കുഞ്ഞുമക്കളുടെ ആയിരിക്കും അല്ലെ? അപ്പൊ നോക്കുക, ബച്ചോ കെ, കുട്ടികളുടെ നമ്മൾ എഴുതുന്നു. പിന്നെ ജൂഹി കി ഢാൽ ഏസി ഖുശ്ബൂദാർ ഹാത്ത് എന്ന് പറയുന്നുണ്ട്. ജൂഹി മീൻസ് നമ്മുടെ ജാസ്മിൻ എന്നുള്ള അർത്ഥം അല്ലെ? ജാസ്മിന്റെ എന്തുപോലെ, ശാഖകൾ പോലെയുള്ള അല്ലെങ്കിൽ വള്ളികൾ പോലെയുള്ള നല്ല ഭംഗിയുള്ള മണമുള്ള, ഖുശ്ബുദാർ മീൻസ് എന്നാണ് നല്ല മണമുള്ള എന്ത് ഹാത്ത് അല്ലെ? അത് ആരുടെ ആയിരിക്കും നോക്കിക്കേ? ലടിക്കൊക്കെ, പെൺകുട്ടികളെ ആയിരിക്കും വിശേഷിപ്പിച്ചിട്ടുണ്ടാവുക. അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് അല്ലെ? ഇനി നോക്കിക്കേ, ഗന്ധേ കട്ടേ പീട്ടെ ഹാത്ത് അല്ലെ? വൃത്തിയില്ലാത്ത കട്ടേ പീട്ടെ, നല്ല മുറിവുകളും പിന്നെന്താണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെയുള്ള കൈകൾ എന്ന് പറയുന്നത് ആരുടേതായിരിക്കും? നമ്മുടെ മെഹത്തരോങ്കില്. മെഹത്തരോം എന്താണ്? ക്ലീനിങ് നടത്തുന്ന തൊഴിലാളികളെയാണ് നമ്മൾ മെഹത്തരോം എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അപ്പൊ അവരുടെ കൈകൾ പലപ്പോഴും എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. മുറിവുകൾ ഉണ്ടാവും, ചിലപ്പോൾ അഴുക്കുകൾ ഉണ്ടാവും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലെ? ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇതാണ് ജഗ്മസേ ഫട്ടേ ഹുവേ ഹാത്ത് എന്ന് പറയുന്നുണ്ട്. അത് ആരുടെ ആയിരിക്കും? നമ്മുടെ ബഡോങ്കിലെ, ബഡോങ്കി വലിയ ആളുകളുടെ, അല്ലെങ്കിൽ ബൂഡേ ലോഗ്, നമ്മുടെ വയസ്സായ ആളുകളുടെ കൈകളായിരിക്കും. ജഗ് മീൻസ് എന്താണ്? മുറിഞ്ഞിട്ടുള്ള, അവരുടെ കുറെ കാലത്തിന് ഇങ്ങനെ മുറിഞ്ഞ് കുറെ കാലങ്ങളായി പണിയെടുത്ത് മുറിവുകളുള്ള കൈകളായിരിക്കും അവരുടേത് അല്ലെ? അപ്പൊ ഈ കൈകൾ എന്നുള്ളത് ഖുശ്ബു രജ്തി ഹാത്ത് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട്. ഇത് നന്നായിട്ട് പഠിച്ചോളാം. ബൈ ബൈ.